ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനും അമ്മയും കൂടെ രാവിലെ അമ്പലത്തിൽ പോവാ കേട്ടോ. ഇന്നൊരു ഡേ മൈ ലൈഫ് ആണ്. ഹലോ, ഞങ്ങള് അമ്പലത്തിൽ പോകാൻ പോവാ. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അമ്മയും ഉണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ അമ്പലത്തിൽ പോയത് മോത്തല അമ്പലത്തിലെ വ്ളോഗാന്ന് തോന്നുന്നു നമ്മുടെ ചാനലിലുള്ള, അല്ലേ അമ്മ? എപ്പോഴും അമ്പലത്തിൽ പോകുന്ന വ്ളോഗ് ഇടും. അപ്പൊ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കാണും. ഇനിയിപ്പോ തിരക്കുണ്ടോന്ന് അറിയാൻ നോക്കാം. രാവിലെ പുറത്തൊക്കെ നല്ല രസമാണ് കേട്ടോ. കിളികളുടെ ശബ്ദവും നല്ല കാറ്റും നല്ല രസമാണ്. ഭയങ്കര ഫ്രഷ്നെസ് ഫീലാണ്. പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക, ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ. പക്ഷെ റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കിളികൾ ഇഷ്ടം പോലെ വരാറുണ്ട് കേട്ടോ. അമ്മ ഇവിടെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് കുറേ വരാറുണ്ട്. അത് ഞങ്ങൾ നേരെ മുഖത്തിലെ അമ്പലത്തിലേക്ക് ചെന്നു. ഞാൻ തൊഴുതിറങ്ങി കേട്ടോ. നമ്മൾ അതിന്റെ ക്ലിപ്പിംഗ്സ് ഒന്നും അകത്ത് കയറി എടുക്കാൻ പറ്റില്ലല്ലോ. സോ ഞങ്ങൾ തൊഴുതിറങ്ങി. അമ്മ ഇനി തൊഴുത് വരുമ്പോഴത്തേക്ക് ഒരു ടൈം എടുക്കും. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വിചാരിച്ചു അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കാന്ന്. ഇതാണ് കേട്ടോ ഫ്രണ്ട്, അവളുമായിട്ടാണ് വന്നത്. അവള് ഫസ്റ്റ് ടൈമാണ് മുഖത്തിലെ അമ്പലത്തിൽ വരുന്നത്. അപ്പൊ അവളെ കൊണ്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമാണ് അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കുണ്ടെങ്കിലും തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അമ്മൂമ്മമാരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അമ്മ തൊഴുതൊക്കെ ഇറങ്ങി അറ്റ് ലാസ്റ്റ് വന്നിട്ടുണ്ട്. അമ്മ കുറേ കഴിഞ്ഞ് ഇറങ്ങി വരുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങള് തൊഴുതിട്ടൊക്കെ വന്നു. ഞാൻ അമ്മയ്ക്ക് ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പൊ കഞ്ഞി കുടിക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്ക് അമ്മയും വന്നു കേട്ടോ പുറകെ. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എപ്പോ പോയാലും കഞ്ഞി ഇട്ടു കേട്ടോ, അതെന്താണെന്നറിയില്ല. അങ്ങനെ അവിടെ കണിക്കൊന്ന പിച്ചുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ അമ്മയ്ക്ക് കണിക്കൊന്നാണ് കഴിച്ച്. ഞങ്ങൾക്ക് ഇപ്പൊ എങ്ങും കിട്ടാനില്ലല്ലോ, അതാണ് മെയിൻ വിഷയം. അപ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു വീട്ടിലുണ്ട്, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കിട്ടുമല്ലോ നമുക്ക് അറിയാത്തത് കൊണ്ടും അമ്മ നേരെ പോയിട്ട് അവിടെ എല്ലാരും നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ പോയി നിന്നു. അവിടെ വലിയൊരു തോട്ടയൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ പൂ പൊഴിഞ്ഞ് വീഴുന്ന അല്ലാതെ ആർക്കും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരവർക്ക് വേണ്ടുള്ളത് അവരൊരു ഇതാക്കി പോകുന്നുണ്ടായിരുന്നു. ഭാഗ്യമുള്ളവർക്ക് കിട്ടും. അങ്ങനെ അമ്മ എന്തായാലും തോട്ടയൊക്കെ എടുത്ത് പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് 4 കമ്പ് കിട്ടിയിട്ടുണ്ട്, 4 കൊന്നപ്പൂ കിട്ടിയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത്. ഞാനല്ല, അമ്മ ഭയങ്കര ഹാപ്പിയായി. അതെങ്കിൽ അത് കണി കാണാൻ കണിക്കൊന്നെങ്കിലും കിട്ടിയല്ലോ. അങ്ങനെ ഞങ്ങള് സർപ്പക്കാവിലൊക്കെ തൊഴുത് ഇറങ്ങി. അങ്ങനെ അമ്മ അവിടെ എനിക്കൊന്ന് അമ്മ എങ്ങോട്ടൊക്കെ പോയി, ചെരുപ്പ് എടുക്കാൻ മറന്നിട്ട് വീണ്ടും പോയി എടുത്തിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ അനിയത്തിയുടെ ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവർ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനി വണ്ടി എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ വിഷുക്കണി ഇങ്ങനെ കിറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 300 അങ്ങനെ എന്തോ. അതൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുക്കാനായിട്ട് പോയി. അപ്പൊ ഞാൻ അമ്മയെ കാണിച്ച മാമ ഹായ് ഒക്കെ പറയുന്നു. അമ്മ ഇപ്പൊ വീഡിയോക്കൊക്കെ പോസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അത് കണ്ട് എന്റെ ഫ്രണ്ട് ചിരിക്കുകയാണ് കേട്ടോ. എന്തോ ഈ കാണിക്കുന്നത്, അവളാദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ കണി വെക്കാനുള്ളതൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ എപ്പോഴും പോകുന്ന ഫ്രൂട്ട് ഷോപ്പിൽ പോയി. അവിടെ നോക്കിയപ്പോൾ അവിടെ ചക്ക, നിറയെ ചക്ക. പക്ഷെ ഞങ്ങൾക്ക് ചക്ക ഉണ്ടായിരുന്നു. ചക്കയുടെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, അടുത്ത വ്ളോഗിലായിരിക്കും അത് വരുന്നത്, ഞങ്ങളുടെ ചക്കയുടെ. അങ്ങനെ അവിടെ നിന്ന് ഒരു കോണൊക്കെ എടുത്തിട്ടോ. സ്ട്രോബെറി ഒക്കെ ഉണ്ട് ഇവിടെ, അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പോ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കണിക്ക് വേണ്ടിയുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. കവറൊക്കെ നമ്മള് പൂജാമുറിയിലേക്ക് വെച്ചു. നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചി കുറച്ച് തന്നു കേട്ടോ. പക്ഷേ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കെല്ലാം വാടിപ്പോയി. അതാണ് കുറച്ച് അവര് തന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന്. എല്ലാം കൂടി കുറച്ചേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കണിക്കൊന്ന. എന്നിട്ട് ഉച്ചയായി. പിന്നെ നമ്മള് ഫുഡ് കഴിച്ചു. രാവിലെ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ സ്പെഷ്യലായിട്ട് ഇത് ബിരിയാണിയാണോ നെച്ചോറാണോ അമ്മ? നെച്ചോറും കറിയും ചിക്കൻ ഫ്രൈയും സാലഡ് പപ്പടം ഇതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവാം. അമ്മ കഴിച്ചോണ്ടിരിക്കുക. അമ്മ ഓക്കെ. അങ്ങനെ ഞാൻ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. പ്ലേറ്റ് നിറയെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. രാവിലെ കഞ്ഞി കുടിച്ചതാണ്, നല്ല വിശപ്പുണ്ട്. 2 മണി 2:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ. പിന്നെ അമ്മ ബിരിയാണി കഴിക്കില്ല കേട്ടോ, അതുകൊണ്ട് നെച്ചോറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ ആയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇനിയിപ്പൊ നിങ്ങൾ ഇത് കണ്ട് ബോറടിക്കണ്ടല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഉറങ്ങാൻ പോവാണ്. പിന്നെ സിനിമയ്ക്ക് പോകാനുണ്ട്. സോറി, അത് ഞാൻ മറന്നു പോയിട്ടാ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകാനുണ്ട്. ഞാൻ മരണമാസ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടുമായിട്ട് പോകാനായിട്ട്. അവളൊന്ന് ചെറുതായിട്ട് കാലൊടിഞ്ഞപ്പോഴത്തേക്കും അവൾ വീട്ടിൽ പോസ്റ്റ് ആയിരുന്നു. അപ്പൊ അവളെന്നോട് പറഞ്ഞു, എടീ നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ എന്ന്. അങ്ങനെ പിന്നെ അവള് തന്നെ ബുക്ക് ചെയ്ത് ഞങ്ങൾ മരണമാസ് കാണാനായിട്ട് പോവാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് അമൃത. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ചില വ്ളോഗിലൊക്കെ ഇവളുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർത്ത സാരഥിയിലാണ് കേട്ടോ നമ്മുടെ കല്ലന്താഴയിൽ ബുക്ക് ചെയ്ത് കാണാനായിട്ട് വന്നു. എനിക്ക് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ സിനിമ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ ആയിരുന്നു. അത് വൈകിട്ട് അവിടുന്ന് നേരെ ജിമ്മിന് പോകുന്ന പോക്കാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അവിടുന്ന് നേരെ ഓടി അവളും
വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പൊ തന്നെ നമ്മൾ സിനിമയ്ക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ജിമ്മിലേക്ക് വന്നു. പിന്നെ ജിമ്മിലുള്ള കലാപരിപാടികളാണ് ഈ കാണുന്നത്. ഒരുവിധം വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് പറഞ്ഞ് വീഡിയോ എടുപ്പിക്കുകയാണ്. അപ്പൊ ഞാനും മാമിനാം കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ജിമ്മ്, കണ്ടോ കുറെ മെഷീൻസ് ഒക്കെ കണ്ടോ. ഇതാണ് ഞങ്ങളുടെ ജിമ്മ്. എന്താ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ കൊല്ലം കരിക്കോടക്ക് സൈഡിലൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഉടനെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ജിമ്മിനെ പറ്റി. അണ്ടാണ്ട് ഈ ആന്റി എന്റെ വീടിനടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്റെ ഫ്രണ്ടിന്റെ അമ്മയും കൂടിയാണ്. അപ്പൊ ആന്റിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. അതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ ജിമ്മിന്റെ കൂടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാവരും കുളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ അവിടെ കാണിക്കാനത്. അപ്പൊ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ വന്നോളൂ. ഇതാണ് നല്ല വിയർത്ത് ഞാൻ കാണിക്കാണ്, എന്റെ അധ്വാനം കാണിക്കാണ് ജിമ്മിൽ വന്നിട്ടുള്ളത് നിങ്ങളെ. ഇതാണ് എന്റെ കസിന്റെ മോനാണ്. ഞാനും എന്റെ കസിനും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ ആള് അകത്തുണ്ട് കേട്ടോ. അപ്പൊ ഞാനും അവനും കൂടെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഫുട്ബോളൊക്കെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ടർഫൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ വന്നിരുന്നു. സായിക്ക് ജിം ഇഷ്ടപ്പെട്ടോ? സായി ജിം ഇഷ്ടപ്പെട്ടോ? ഇല്ലേ? ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? ഉണ്ടോ? ഇപ്പൊ ഉണ്ടെന്നായാ? ചേച്ചിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് ഐ ലവ് യു ടു ആണോ? അങ്ങനെ ചേച്ചി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരുവിധം കഴിഞ്ഞു. ജിമ്മൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 7-7:30 ആവും. പിന്നെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ലൈവും വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ വീഡിയോ